ഫ്രണ്ട്സ്, ഇന്നൊരു കിറ്റ്കാറ്റ് ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ചോക്ലേറ്റ് ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിരിക്കും ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 100 ഗ്രാം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കിച്ചൺ സ്കെയിൽ വെച്ചിട്ട് അളന്നാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് കിച്ചൺ സ്കെയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കപ്പളവിൽ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആകെ 150 ഗ്രാമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്തിട്ട് 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 150 ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് ഞാൻ മുട്ട സാധാരണയായിട്ട് ബീറ്റ് ചെയ്യുന്നത് പോലെ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം നമ്മളിതിലേക്ക് നല്ല ചൂട് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂട് പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കേക്ക് അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഏകദേശം 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ഐസ്ക്രീം എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഐസ്ക്രീം എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം മിൽക്ക് എസൻസോ അല്ലെങ്കിൽ ബട്ടർ എസൻസോ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ എസൻസുകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ മുട്ടയുടെ സ്മെൽ അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അത്യാവശ്യം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗിൻ്റെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം അരിച്ചപ്പോൾ ചേർക്കാനായിട്ട് മറന്നു പോയിട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് മുട്ടയുടെ മിക്സിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് നല്ല ചൂട് പാലും കൂടി ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 60 ml പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ചൂട് പാല് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ മുട്ട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോയിട്ട് മുകളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബലൂൺ വിസ്കോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ വെച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുത്താൽ എയർ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോയിക്കോളും. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് ഈ കേക്കിന് ആവശ്യമായ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വേറൊരു കേക്കിനും കൂടി ആവശ്യമുള്ളതുകൊണ്ടാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം 150 ഗ്രാം ആകെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 150 ml നല്ല ചൂടാക്കിയ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അനക്കാതെ വെക്കണം. അതിനുശേഷമാണ് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഞാനിപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നത്. അതായത് നമ്മൾ 200 ഗ്രാം ചോക്ലേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ 100 ml വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 കിലോ കേക്കിന് ആവശ്യമായ ചോക്ലേറ്റ് ഗനാഷാണ് നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ 150 ഗ്രാം എടുത്താൽ മതി. ഡെക്കറേഷനോട് കൂടിയിട്ട് നമുക്ക് 150 ഗ്രാം മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ എടുത്തിരിക്കുന്നത് വേറൊരു ചോക്ലേറ്റ് കേക്കും കൂടി തയ്യാറാക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ഗനാഷ് വെച്ചിട്ട് നമ്മൾ കേക്ക് ഐസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. ഏകദേശം 30 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്കൊരു 3 ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കാം. കേക്ക് ചൂടാറിയതിന് ശേഷം 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ജസ്റ്റ് 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
ചോക്ലേറ്റ് ഗനാഷിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി ഒന്ന് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തത്. ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഗനാഷ് കുറച്ചും കൂടി ലൈറ്റായിട്ടും ഫ്ലഫി ആയിട്ടും കിട്ടും. ഈ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നിങ്ങൾക്ക് കേക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ സാധാരണ വിപ്പിംഗ് ക്രീമാണ് ഉള്ളിലൊക്കെ കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്താൽ കേക്ക് കഴിക്കുമ്പോൾ കുറച്ചൊരു മട്ടിപ്പ് ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ ക്രം കോട്ടായിട്ട് സാധാരണ ക്രീം കൊടുക്കുന്നത്. ഒരു കേക്ക് ബേസിൻ്റെ മീതേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ചേർത്തതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരെയും ചെയ്യും, അധികം മട്ടിപ്പ് ഉണ്ടാവുകയുമില്ല. ഇനി നമുക്ക് 3 ലെയറും ഇതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതുപോലെ സൈഡിലും മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കേക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റായി വന്നതിന് ശേഷം ബാക്കി ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കിറ്റ്കാറ്റ് കേക്കിൻ്റെ ഐസിങ് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചോക്ലേറ്റ് റഫിൾ തയ്യാറാക്കുന്നത് പോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് കൂടി ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ കേക്ക് ഏകദേശം ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് ചൂടുവെള്ളത്തിൽ സ്പാറ്റില മുക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ലാസ്റ്റ് ഡെക്കറേഷനായിട്ട് കിറ്റ്കാറ്റ് നമുക്ക് സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കിറ്റ്കാറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 20 ബാർ കിറ്റ്കാറ്റ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റോസസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ബാക്കി വന്ന ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഈ ഒരു റോസസ് വരച്ച് കൊടുക്കുന്നത്. ഇനി കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മീതേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. 1 kg തൂക്കം വരുന്ന ഒരു കിറ്റ്കാറ്റ് കേക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെരി ടേസ്റ്റി ആയിട്ടുള്ള കിറ്റ്കാറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിച്ചാൽ മതി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടും മറക്കരുതേ. താങ്ക്